പൊതുജന സ്പീക്കിംഗ് ഇന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ്. നമ്മൾ തുടങ്ങുന്നത് ഒറ്റമശ്ശേരിയിൽ നിന്നാണ്. കടൽ കയറി വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ കടൽ കയറി വരുന്നതിനപ്പുറം ആ കടലിൽ കിടപ്പുണ്ട് 3-4 വീടുകൾ. ഇങ്ങനെ വീടുകൾ കടലെടുക്കുന്നത് ഒരു പതിവായി കഴിഞ്ഞിട്ടും അതിനാവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ടെട്രാപോഡ് കൊണ്ടുവന്നിറക്കുന്നതല്ലാതെ അല്ലെങ്കിൽ കടൽ കയറി വരുന്നു എന്ന് പറയുമ്പോൾ കല്ലിടുന്നതല്ലാതെ പരിഹാരത്തിലേക്ക് എത്താത്തതിനെ കുറിച്ചാണ് ഈ നാട്ടുകാർക്ക് പ്രധാനമായും പറയാനുള്ളത്. അവർക്കിടയിൽ നിന്നാണ് ഇന്നത്തെ പൊതുജന സ്പീക്കിംഗ് തുടങ്ങുന്നത്. സ്വാഗതം. ഒറ്റമശ്ശേരിക്കാരെന്ന് പറയുമ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളുണ്ട്. ആലിസിയേച്ചി, ഇത്രയും വർഷമായിട്ട് ഈ പ്രദേശത്ത് ഈ പ്രശ്നമുണ്ട്. ഒരു 6 വർഷമായിട്ടാണ് നമുക്ക് ഇത്രയും രൂക്ഷമായ പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ ഇതൊക്കെ മുമ്പ് എൻ്റെ ജനിച്ച കാലം തൊട്ട് ഞാനിവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു കളിക്കാൻ. അത് കഴിഞ്ഞാൽ 5 കിലോമീറ്ററോളം ഗ്രൗണ്ട് കഴിഞ്ഞാണ് നമുക്ക് ഇവിടെ താമസിക്കാനുള്ള വീടുകളുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ താമസിച്ചിരുന്ന ആളുകളൊക്കെ ദൂരേക്കൊക്കെ മാറിയാണ്. 50 മീറ്ററിനുള്ള ആളുകളും 100 മീറ്ററിനുള്ള ആളുകളും മാറണമെന്നുള്ളത് ഗവൺമെന്റ് തീരുമാനമെടുത്ത് പോവുകയാണ്. സീവോള് കെട്ടുന്നില്ല. സീവോള് കെട്ടാൻ 920 മീറ്ററേ ഉള്ളൂ. ആ 920 മീറ്ററിന് വേണ്ടി ഞങ്ങൾ 25 വർഷമായി ഞങ്ങൾ സമരമാണ്. ഞാനീ നിൽക്കുന്നത് ഒരു വീടുണ്ടായിരുന്ന ഇടത്താണ്. 4 പേർ, 4 കുടുംബം താമസിച്ചിരുന്ന വീട്. അവരിപ്പോൾ അഴീക്കലാണ് താമസിക്കുന്നത്. ഇതുപോലെ നിരവധി വീടുകൾ കടലെടുത്തിട്ടും പരിഹാരമാകാത്തതിനെ കുറിച്ചാണ് ഒറ്റമശ്ശേരിക്കാർക്ക് പ്രധാനമായും പറയാനുള്ളത്. ഒറ്റമശ്ശേരിയിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ പ്രതിനിധികളായ കുറച്ച് ആളുകളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് ഓടിപ്പോകണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇല്ല എന്നാണ് നേരത്തെ സംസാരിച്ച ചേട്ടൻ പറഞ്ഞത്. ശരിക്കും കടലേറ്റം ഉണ്ടാകുമ്പോഴേക്കും അല്ലെങ്കിൽ കടൽ ഇങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ പ്രായമായ 2 പേര്, ഒരു ഇരിപ്പുകാരത്തിയാണ്. പോളിയോ ബാധിച്ചിട്ട് നടക്കാൻ ശേഷിയില്ല. വർത്താന ശേഷി ബുദ്ധിക്ക് കംപ്ലൈൻ്റ് ഉള്ള വ്യക്തിയാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ 5-8 പേരുടെ സഹായം വേണം. അതുകൊണ്ട് ഞങ്ങൾ വാടക വീട്ടിൽ പോയി 3-5 മാസം താമസിച്ച് പണിയെടുത്ത് വേലെടുക്കണ ആ തുക കൊണ്ടേ വാടക വീട്ടിൽ കൊണ്ടേ കൊടുക്കണ അവസ്ഥയാണ്. ഈ പ്രദേശത്ത് ഇങ്ങനെ റിട്ടോപ്പാടെങ്കിലും ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ കല്ലുമില്ല, ഒന്നുമില്ല, കടൽ ഇടിക്കുന്ന പേരോട് ഈ ഒരു സാധനം പോലും ഞങ്ങളുടെ പടിഞ്ഞാറ് ഇട്ടിട്ടില്ല. ഇപ്പൊ ഇത് വെറുതെ ഇവിടെ കൊണ്ടുവച്ചിരിക്കും. വെറുതെ ഇവിടെയാണ് വാർക്കുന്നത്. അവിടെ നിന്ന് ഇടുന്നതാണ്. ഞങ്ങൾക്ക് കടൽ ഭിത്തി വേണമെന്ന് തന്നെയുള്ളതാണ്. 1 വർഷം ഇവർ പണി നിർത്തി പോയിട്ട് ഇതുവരെക്കും പിന്നെ ഒന്ന് തുടർച്ചയായിട്ട് ഒരു പണി നടന്നിട്ടില്ല. ഇനിയിപ്പോൾ 1 മാസം കഴിയുമ്പോൾ കടൽ കയറും ഇങ്ങോട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് പോകും. അപ്പൊ അമ്മ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായോ? 7 വർഷമായി. കടലിൽ അവിടെ ദൂരെയാണ് കിടന്നത്, അങ്ങാണ് കിടന്നത്. കടൽ അങ്ങാണ് കിടന്നത്. ഇവിടെ 2 വീട് പോയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. കടലിലാണ് ആ വീട്. അന്ത്രോസിലെ കുഞ്ഞുമോന്റെ വീട്. പിന്നെ ആളുകൾ രക്ഷപ്പെട്ട് കടൽ കയറുമ്പോൾ മാത്രം കുറേ നേതാക്കളും എല്ലാവരും വന്നിങ്ങനെ തിരക്കും. പക്ഷെ പിന്നെ അവരതിനെക്കുറിച്ച് ഈ കടൽ കയറാത്ത സമയത്ത് വേണ്ട ഇത് ചെയ്യേണ്ടത് അതവർ ചെയ്യുന്നില്ല. വർഷങ്ങളായിട്ട് 2004 സുനാമി മുതൽ ഇങ്ങോട്ട് ഓരോ ദുരിതങ്ങളും വരുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇതനുഭവിക്കുന്നു. ഇതെൻ്റെ ചേട്ടൻ്റെ വീടാണ്. ഇവിടെ നിന്ന് എൻ്റെ ചേട്ടൻ അറ്റാക്ക് വന്നാണ് മരിച്ചത്. ആ മനുഷ്യൻ ഇവിടെ കടലിൽ ഇറങ്ങി കൈവിരിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. വൈദികരിറങ്ങി കടലിൽ സമരം ചെയ്തു. ഈ കടലിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ നിലവിളിയും കുട്ടിശ്ശേരിയൊക്കെ ആയി കഴിയുമ്പോൾ നേതാക്കന്മാർ വന്നിട്ട് ഉടനെ ആ കടലിൽ കയറിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ പറ്റ കൊണ്ടുവന്ന് ചിലപ്പോൾ 1 വണ്ടിയോ 2 വണ്ടിയോ കല്ല് കൊണ്ടുവന്ന്. അപ്പോൾ ആ കല്ലിന് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റാത്ത സാഹചര്യം കടലിന് വരുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന വീടാണ് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇത്തവണ വോട്ട് ചോദിച്ചു വരുമ്പോഴേക്കും എന്തായിരിക്കും? വോട്ട് ബഹിഷ്കരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ സ്ത്രീകളുടെ എല്ലാവരുടെയും തീരുമാനം. കാരണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവരൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് ഒരു ചെറിയൊരു കുരുവെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെ ഉടനെ ഓടി അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോകാനായിട്ട് ഇവർക്ക് എല്ലാത്തിനും ഫണ്ടുമുണ്ട്, കാരണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നേരെ മറിച്ച് തീരദേശവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മാത്രം ഇവർക്ക് ഫണ്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. അവർ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മോൾഡ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ തടഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇതിൻ്റെ ബില്ല് ഇപ്പോഴും പാസ്സായി കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2000 പേരോളം ആളുകളാണ് അവർ തവണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വോട്ട് ബഹിഷ്കരിക്കുമെന്നൊക്കെ പറയുന്നത്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്, അല്ലാതെ തെരഞ്ഞെടുപ്പിനോട് താല്പര്യമില്ലാഞ്ഞിട്ടോ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് സംരക്ഷിക്കണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായത്. ഇവിടെയൊക്കെ ഒരു കാലത്ത് വീടുകൾ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങോട്ടുള്ള വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ നിന്നുള്ളതൊക്കെ വിറ്റുപിറക്കി മറ്റിടങ്ങളിലേക്കൊക്കെ പോയിട്ടുമുണ്ട്. കഷ്ടമാണ് ഒറ്റമശ്ശേരിയുടെ കാര്യമെന്ന് ഇവിടെ വന്ന് കാണുമ്പോഴേ മനസ്സിലാകും. പക്ഷേ അത് കണ്ട് പരിഹരിക്കാനുള്ള ഒരു മനസ്സ് എന്തുകൊണ്ട് അധികൃതർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ളതല്ല. നേതാക്കന്മാർ വരുമല്ല, ഈ തീരദേശത്ത് റോഡിലൂടെ ഞങ്ങൾ കടന്നു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ അങ്ങ് തടുക്കും, വിടുകയില്ല. എന്തെല്ലാം സംഭവം ഉണ്ടായാലും മരിക്കേണ്ടി വന്നാലും ശരി അങ്ങ് വിടുകയില്ല. കാരണം ഞങ്ങൾ ഇതിൽ മരിക്കണതിന് നല്ല റോഡ് വെച്ച് മരിക്കണത്. ഞങ്ങളൊക്കെ സമരം ചെയ്തും കൊടി പിടിച്ചും ശീലമുള്ള. അപ്പം ഞങ്ങൾ ഇതിനെ വിടുകയില്ല ഇവരെ. അപ്പം ഇവർ ഞങ്ങളുടെ വേദന മനസ്സിലാക്കണം.
ഞങ്ങളുടെ നൊമ്പരങ്ങൾ അറിയണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത്രയും ശക്തിയുള്ള ഒരു സാധനവുമില്ല. ദയവ് ചെയ്തിട്ട് പച്ചക്കറി അരിയുമായിട്ട് വരല്ലേ നേതാക്കന്മാരെ എന്നുള്ളൊരു അപേക്ഷയുള്ളൂ. 50 രൂപ അവിടെ പഞ്ചായത്ത് വന്നെന്ന് പറയും. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. ഒറ്റമശ്ശേരിക്കാരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇനി ഇവിടെ നിന്ന് ആര് ജയിച്ചു പോയാലും അത് നടത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരെ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ ഇതുവഴി പ്രചാരണത്തിലിടുമ്പോൾ തടയുമെന്ന് പോലും പറയുന്ന തരത്തിലേക്ക് എത്തുകയാണ് ഒറ്റമശ്ശേരിയുടെ പ്രതിഷേധ കാഴ്ചകൾ. ഒറ്റമശ്ശേരി കടപ്പുറത്തു നിന്ന് കേട്ട വർത്തമാനങ്ങളിലൊന്ന് കിടപ്പ് രോഗികളായ ആളുകളെയും കൊണ്ട് എങ്ങനെയാണ് ഈ കടൽ കയറി വരുമ്പോൾ ഞങ്ങൾ ക്യാമ്പിലേക്ക് ഓടിപ്പോവുക എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് കായൽ, ഒരു ഭാഗത്ത് കടൽ. റോഡിലേക്കെത്തി നേരെ ഓടിപ്പോകാനൊന്നും അങ്ങനെയുള്ളവരെ കൊണ്ട് കഴിയില്ലല്ലോ എന്ന ചോദ്യം അവർ ഉയർത്തുമ്പോൾ അതിനൊരു പരിഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന കാര്യം അവിടെ നിൽക്കുകയാണ്. അതിനും കൂടി ഒരു മറുപടി വേണം. ഒറ്റമശ്ശേരി കടപ്പുറത്തെ ഒരു വീടിൻ്റെ ഉൾഭാഗമാണിത്. ഈ വീടിൻ്റെ മറുഭാഗം കടൽ കൊണ്ടുപോയി. മറുഭാഗത്താണിപ്പോൾ ഈ കുടുംബം താമസിക്കുന്നത്. അതും ചാക്കൊക്കെ വെച്ച് മറച്ച് കടൽ ഏത് സമയവും ഈ ബാക്കി ഭാഗം കൂടി എടുത്തുകൊണ്ട് പോകുമെന്നുള്ള ആശങ്കയിൽ കഴിയുന്ന ഒരു കുടുംബം. പകുതി ഭാഗം കടലെടുത്ത് പോയ ഈ വീട്ടിൽ റോസമ്മ ചേച്ചി അടക്കം 7 പേരാണ് താമസിക്കുന്നത്. അതിൽ 3 പേർ രോഗികളാണ്. ഒരാൾ അതും കടലിൽ പണിയെടുക്കാൻ പോയി കൊണ്ടുവരുന്ന തുക കൊണ്ട് വേണം ഇവർക്ക് ജീവിക്കാൻ. ഈ കുഞ്ഞിനെ അടക്കം എടുത്തുകൊണ്ട് ഓടേണ്ട അവസ്ഥയാണോ കടൽ കയറി വരുമ്പോൾ? ഈ അയലന്തരത്തുകാരെല്ലാവരും കൂടെ വന്ന് കസേര പൊക്കിക്കൊണ്ടാണ് ഓടുന്നത്. ഞാൻ ക്യാമ്പിലാണോ പോകുന്നത്? ഇല്ല ക്യാമ്പിൽ പോകാനിക്കല്ലേ കൊച്ചിനെയും കൊണ്ട്. ഞങ്ങൾ കളരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി വാടകക്ക് പുറത്താരും. എല്ലാ കൊല്ലവും അങ്ങനെ പോകേണ്ടി വരാറുണ്ടോ? അങ്ങനെ പോകേണ്ടി വരും. എന്താ കരയുന്നേ? ഒക്കെ കാര്യം പറഞ്ഞോണ്ട്. അയ്യോ കരയണ്ട, നമുക്ക് വീടൊക്കെ ശരിയാക്കണ്ടേ? വീടൊക്കെ ശരിയാക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാ അമ്മ പറഞ്ഞ കേട്ടോ. കേട്ടോ? വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ്റെ കാര്യം ഇപ്പൊ പറയായിരുന്നു അമ്മ. ഇവിടുന്ന് കടൽ കയറി വരുമ്പോ പോകുന്ന ബുദ്ധിമുട്ടെ പറ്റിയൊക്കെ. ഇവിടുന്നുണ്ടല്ലോ കാട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുപാട് സമരം ചെയ്തിട്ടാണ് കല്യാണം. പള്ളിയിലെ അച്ഛന്മാരെ കൂടെ വന്ന് ഞങ്ങൾ ഈ ആലപ്പുഴയിലുള്ള എല്ലാ വൈദികരും വന്ന് ഞങ്ങളുടെ കൂടെ സഹകരിച്ച് സമരം ചെയ്തിട്ടാണ് കല്ലിപ്പോൾ തുടങ്ങിയത്. പൊന്തുവള്ളമാണ് ഈ കിടക്കുന്നത്. ഇതിൽ പണിക്കിറങ്ങി വന്ന ആളാണ്. ചേട്ടൻ്റെ പേരെന്താ? ആന്റണി. ഈ ഒരു തവണ ഇറക്കി വരുമ്പോഴേക്കും ആകെ ഒരു 1-1.5 കിലോ മീനാണ് ആകെ കിട്ടുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ. ഇപ്പൊ 1 മാസത്തോളമായി ഇങ്ങനെ തന്നെ അവസ്ഥ. അമ്മയുടെ വീട് എവിടെയാ? എന്റെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ ഇങ്ങോട്ടായിരുന്നോ നേരത്തെ താമസിച്ചിരുന്നത്? ഇവിടെ ആയിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. എത്ര കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ 53 കൊല്ലമായി ഇവിടെ താമസിക്കുന്നത്. അപ്പൊ കടൽ കയറി വന്നപ്പോ പുറകോട്ട് പോയതാ? അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ? അപ്പോ സ്ഥലവും തെങ്ങും എല്ലാം പോയി. ചേച്ചി, ഈ വീടിന്റെ ഇപ്പോ ഈ ചുറ്റും ഇങ്ങനെ ഈ ചാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വീടിന്റെ പൊക്കത്തിൽ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ സംരക്ഷിക്കുകയായിരുന്നെങ്കിൽ ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ നിലനിർത്താൻ പറ്റുമായിരുന്നില്ലേ? ഏറെക്കുറെ നിലനിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ ഇത് അത്ര ശരിയായ എന്തല്ലല്ലോ അത്. നമുക്ക് വേണ്ടത് കടൽഭിത്തിയോട് കൂടിയുള്ള പുലിമുട്ടാണ് വേണ്ടത്. നമുക്ക് ചെല്ലാനും കണ്ടക്കടവ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ത് സുരക്ഷിതമായിട്ട് അവർക്ക് കിടന്നുറങ്ങാൻ പറ്റും. ആ ഒരു സ്വപ്നമാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. ഈ നിരയിലുള്ള ബാക്കി മുഴുവൻ വീടും കടലെടുത്തതാണ്. അപ്പോൾ ഈ ഒറ്റ വീടാണ് ഇനി അവശേഷിക്കുന്നത്. ഈ നിരയിലുള്ള വീട് ഇതേ ഉള്ളൂ ഇനി അവശേഷിക്കുന്നത്. ഈ കടലിന്റെ മക്കളുടെ ദുരിതം ഞങ്ങൾ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു പരിഹാരം അത് പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നടപ്പാകുന്നില്ല എന്നുള്ളതാണ് ഒറ്റമശ്ശേരിയുടെ ദുരിതത്തിന്റെ അടിസ്ഥാന കാരണം. അത് പരിഹരിക്കാനാണ് അധികൃതർ മുൻകൈ എടുക്കേണ്ടത്. വാഗ്ദാനങ്ങൾ കുറേ കേട്ടു അവർക്കിനി വാഗ്ദാനങ്ങൾ വേണ്ട, പ്രവൃത്തിയാണ് വേണ്ടത്. അതായത് കടൽ ഭിത്തി നിർമ്മിക്കണം. ഈ ഒരു റീച്ച് മുഴുവൻ കടൽ ഭിത്തി നിർമ്മിക്കുക. ടെട്രോപോഡൊക്കെ പ്രാദേശികമായി ഇവിടെ തന്നെ ഇട്ട് നിർമ്മിക്കുന്നുണ്ട്. ആ നിർമ്മിക്കുന്നത് സ്ഥാപിക്കണമെങ്കിൽ ഒരു കടൽ ഭിത്തി, 1 കിലോമീറ്റർ നീളത്തിൽ ഒരു കടൽ ഭിത്തി, അത് മാത്രം മതി ഒറ്റമശ്ശേരിക്ക്. ആലപ്പുഴ മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണ് കടക്കരപ്പള്ളി. കടക്കരപ്പള്ളിയിൽ ഒരു ചെറിയ മാർക്കറ്റ് ഉണ്ട്. ഒരുപാട് ചെറിയ ചെറിയ മാർക്കറ്റുകളുടെ ഒരു സ്ഥലമാണ്. ഇവിടെ പൊതുവെ എങ്ങനെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ്? കെ സി വേണുഗോപാൽ തിരിച്ചു വരുന്നു, ശോഭാ സുരേന്ദ്രനുണ്ട്, സിറ്റിംഗ് MP ആരിഫുണ്ട്. എങ്ങനെ ഇവിടുത്തെ ഒരു സാധ്യത എങ്ങനെ തോന്നുന്നത്? സാധ്യത ഇനി കെ സി വേണുഗോപാൽ തന്നെ ആയിരിക്കും. എന്താ കെ സിക്ക് ഒരു സാധ്യത? കെ സി ഒന്ന് വിട്ടു നിന്നിട്ടല്ലേ തിരിച്ചു വന്നത്? നിന്നല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടുതലുണ്ടോ? അപ്പോൾ സിറ്റിംഗ് MP ക്ക് ഇത്തവണ സാധ്യത കുറവാണ്.
ഇവിടുന്ന് പോയിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ. 5 വർഷം മുമ്പ് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. തെരഞ്ഞെടുപ്പൊക്കെ ആയി അറിഞ്ഞോ? തെരഞ്ഞെടുപ്പൊന്നും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകൾ അത് കഴിയുമ്പോൾ ആരെയും പണികളെ അറിയും. പിന്നെ ജയിച്ചു പോയി കഴിഞ്ഞാൽ ആരും അറിയില്ല. അവർ ഒരു കാശുകാരനെ പിടിക്കും. പാവപ്പെട്ട മീൻ എങ്ങനെയാ വില? മീൻ 300 രൂപ. 300? അല്ല, 1 കിലോ 150. 1 കിലോ 150. ആ, ഇത് മാർക്കറ്റ് വന്നാൽ മനസ്സിലായ ഇത് പരസ്യം കൊടുക്കാനല്ലേ അവിടെ. അത് എനിക്ക് മനസ്സിലായി. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടൊക്കെ ചെയ്യലുണ്ടോ? ചിലപ്പോഴൊക്കെ ചെയ്യും. ആണോ? എന്ത് നോക്കിട്ടാ വോട്ട് ചെയ്യുന്നേ? പാർട്ടി നോക്കിട്ടാണോ? ആ പാർട്ടി നോക്കിയാണ്. ആണ്. അപ്പൊ പാർട്ടി ആരെ നിർത്തിയാലും വോട്ട് ചെയ്യുവോ? ആ പാർട്ടി നിൽക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യും. ആണ്. ഈ പ്രദേശത്തിന് ഇനി വേണ്ട എന്താ? ഈ സ്ഥലത്തില് ഒരു പുരോഗമനവും ഇല്ലാത്ത നാടാണ്. കൊറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുവാണോ? ആണോ ചേട്ടാ? പുരോഗമനമൊന്നും ഇല്ലേ? ഒരു പുരോഗമനമില്ല. ചിരിച്ചോണ്ട് പറയാണോ പുരോഗമനം ഇല്ല? ചോദിക്കണ്ടേ? ഇതൊക്കെ ചത്തുപോയി. 6 മണിക്ക് പിടിച്ച മീനാണ് ഇതെല്ലാം. ജീവൻ ഇത് കണ്ട ബ്രാല് കിടക്കണത്. ഇത് ശരിയാണ്, ഇത് ശരിയാണ്. അയ്യോ ഇതെല്ലാം ജീവനുള്ള മീനാ. അപ്പോഴേ വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? ഈ വർഷം ആർക്കും ചെയ്യണില്ല. അതന്നെ അങ്ങനെ ഒരു വർത്തമാനം. എന്താണെന്നാ ഞങ്ങൾക്ക് സർക്കാർ 7 മാസത്തെ പെൻഷൻ തരാനുണ്ടായി. അത് തന്നില്ല. 25 തൊഴിലുറപ്പിന്റെ പണി ചെയ്ത് അതില്ല. പിന്നെ ഞങ്ങൾ ഇത് ആർക്ക് ചെയ്യാൻ? ഒരു സ്ഥാനാർത്ഥിക്ക് ചെയ്യണില്ല. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ? വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. അപ്പൊ എങ്ങനെ നോക്കിയാ വോട്ട് ചെയ്യാറ്? സ്ഥാനാർത്ഥിനെ നോക്കി ചെയ്യും. സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യും. അപ്പൊ സ്ഥാനാർത്ഥി കൊള്ളാം എന്ന് ചേച്ചിക്ക് തോന്നണമെങ്കിൽ എന്തൊക്കെ ഗുണം വേണം? ഇപ്പൊ BJP വന്നു. മോദിയുടെ ഗ്യാസ് എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇപ്പം 300 രൂപ സബ്സിഡി ഉണ്ട് അതിന്. അതെനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 2000 രൂപ മറ്റേ മോദിയുടെ പൈസ കിസാൻ്റെ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര പദ്ധതികളുടെയൊക്കെ ഒരു ഗുണഭോക്താവാണ്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അവർക്കിടയിലേക്ക് എത്തുന്ന നേതാക്കൾ വേണമെന്നാണ് പറയുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ പൊതുജന സ്പീക്കിംഗ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചേർത്തല തങ്കിപ്പള്ളിയിലാണ്. പിടിയേരി സമർപ്പണം നേർച്ചയായിട്ട് നടക്കുന്ന ഒരേ ഒരു ക്രിസ്ത്യൻ പള്ളി എന്ന് തന്നെ പറയാം. തങ്കിപ്പള്ളിയുടെ ചരിത്രവും അതുപോലെ തന്നെ ഈ പിടിയേരി നേർച്ചയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് കൃത്യമായി ഈ പള്ളിയുടെ ചരിത്രം അതുപോലെ തന്നെ വോട്ട് വർത്തമാനം അതൊക്കെ കേൾക്കാനാണ് നമ്മുടെ യാത്ര. 1930കളിൽ തിരുവിതാംകൂറിലെ വറുതിയുടെയും വരൾച്ചയുടെയും ഒക്കെ കാലത്തു നിന്നാണ് ഈ പിടിയേരി സമർപ്പണത്തിന്റെ കഥ തുടങ്ങുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഈ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ മോചനം നേടുന്നതിനായി ഈ ഇടവക ജനങ്ങൾ പണസമാഹരണത്തിനായി മുണ്ടുമുറുക്കിയെടുത്ത് ഒരു പിടി അരി വീതം ഈ പള്ളിയിൽ കൊണ്ട് കൊടുക്കാൻ, അതായത് വീടുകളിൽ കൂട്ടിവെക്കുന്ന പിടിയരി, ആ പിടിയരി ആഴ്ചതോറും ശേഖരിച്ച് ഇടവക ദേവാലയമായ ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്യുന്നത് പതിവാക്കി. അങ്ങനെയാണ് ഇവിടെയുള്ള ഈ പീഡാസഹന തിരുസ്വരൂപം തന്നെ വാങ്ങിയത്. അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള പള്ളിയാണ് തങ്കിപ്പള്ളി. ആലപ്പുഴയുടെ മണ്ഡലത്തിന്റെ പൊതുജന സ്പീക്കിംഗ് ഈ പള്ളിയിൽ കൂടി കടന്നു പോകാതെ പൂർത്തിയാകില്ല. അതുകൊണ്ട് നമ്മളും അകത്തേക്ക്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. പ്രത്യേകിച്ചും ഇനിയിപ്പോൾ ദുഃഖവെള്ളിയാഴ്ച വരുന്നു. പെസഹ വ്യാഴാഴ്ച രാത്രി 12 മുതൽ ദുഃഖവെള്ളിയാഴ്ച വരെ ഈസ്റ്റർ കാലം ഇങ്ങനെ അടുത്തെത്തി. അപ്പോൾ ഈ പള്ളിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ വർധനയാണ് ആ കാലയളവിൽ ഉണ്ടാകാൻ പോകുന്നത്. നിരവധി പേർ എത്തിപ്പോകുന്ന ഒരു പ്രശസ്തമായ ഒരു ദേവാലയം എന്നതിനൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു കേന്ദ്രം കൂടിയായി മാറുകയാണ് തങ്കിപ്പള്ളി. തങ്കിപ്പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഉള്ളത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഈ രൂപത്തിന് മുൻപേ എങ്ങനെയായിരുന്നു ഈ പള്ളിയുടെ ഒരു രൂപകൽപ്പന, ഇത്രയും കാലം താണ്ടി ഈ പള്ളി ഇങ്ങനെ നിലനിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഈ പള്ളിയുടെ 60 വർഷത്തോളം കാലം വികാരിയായിരുന്ന ആൻ്റണി ചേട്ടനാണ്. ആൻ്റണി ചേട്ടാ, ഈ പള്ളി തങ്കിപ്പള്ളി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഈ പള്ളി എന്തുകൊണ്ടാണ് ഈ പ്രത്യേകതരം ദേവാലയമായി നിൽക്കുന്നത്? പോർച്ചുഗീസുകാർ വന്ന് വെച്ചാൽ അത് തങ്കി എന്ന് പറയുന്നത് തങ്കിയായി. ഇത് പോർച്ചുഗീസ് നിർമ്മിതിയാണ്. 1553 ഈ പള്ളി സ്ഥാപിച്ചത്. ഈസ്റ്റർ സമയമാണല്ലോ വരുന്നത്. ഈസ്റ്റർ കാലം ആകുമ്പോഴത്തേക്ക് പെസഹ വ്യാഴം മുതൽ ആളുകളുടെ ഒരു വലിയ തിരക്കായിരിക്കുമോ? എത്ര പേരൊക്കെ വരുമായിരിക്കും ഉദ്ദേശം? ലക്ഷക്കണക്കിന് ആളുകൾ വരും. ഈസ്റ്റർ സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള കേരളത്തിലെ ഒരു പള്ളി എന്ന് പറയുന്നത് തങ്കിപ്പള്ളിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പിടിയേരി നേർച്ചയാണ്. ഞാൻ അതേക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു. ഈ പിടിയേരി നേർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ടാവും ആന്റണി ചേട്ടൻ്റെ ഒരു ഓർമ്മയിൽ? 1936 ഈ പീഡാനുഭവ തിരുസ്വരൂപം 36 വെച്ചതാണ്. കൊച്ചി സെന്റ് ലോറൻസ് പള്ളി വെച്ചാണ് വെഞ്ചരിച്ചു കൊണ്ടുവന്നത്. ഈ മുടി വളരുന്നതിനെ കുറിച്ച് എന്താ ഇവിടെ പൊതുവെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്? മുടി 3 പ്രാവശ്യമായിട്ട് ഇവിടെ വളർന്നതായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്.
ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ഭാഗമായ ചേർത്തലയിലെ തങ്കിപ്പള്ളിയുടെ ചരിത്രമാണ് പ്രേക്ഷകർ കേട്ടത്. ഇനി ഇവിടേക്കുള്ള വോട്ട് വർത്തമാനവും കൂടി, ചുറ്റുവട്ടത്തെ വോട്ട് വർത്തമാനവും നമുക്ക് കേൾക്കാം. പെൺ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയല്ല ഇത്തവണ. സ്ത്രീകൾ തീരുമാനിക്കും ആര് ജയിക്കണമെന്ന്. അതെ, സ്ത്രീകൾ തീരുമാനിക്കും. സാധാരണ വോട്ട് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ്? സ്ഥിരം വോട്ട് ചെയ്യുന്ന അതേ പാർട്ടിക്ക് തന്നെ തുടർച്ചയായിട്ട് ചെയ്യുന്നൊരു പതിവാണോ? അങ്ങനെയല്ല, നല്ല ഭരണം കാഴ്ചവെക്കണത് ആരാണ് അവർക്ക് വേണ്ടി ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ സ്ഥാനാർത്ഥികൾ എല്ലാ വീടുകളിലൂടെയും ഒരു തീർത്ഥാടനമാണ്. ഈ സ്ഥാനാർത്ഥികൾ വന്ന് വോട്ട് ചോദിച്ചു പോകുന്നു, MP ആകുന്നു, പിന്നെ അവരെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ അവരെ കണ്ടിട്ടില്ല, അവർ ചോദിച്ചു അങ്ങോട്ട് പോകും, അല്ലാതെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ജയിച്ചയാളെ കണ്ടിട്ടില്ല? ജയിച്ചാളെ കാണിയല്ല, അല്ലാത്ത ജയിച്ചാള് ടാറ്റ പറഞ്ഞ് അങ്ങോട്ട് പോകും. അത് ടാറ്റ പറഞ്ഞു പോകും. പിന്നെ നമ്മളോട് നടത്തി തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടത്താറുണ്ട്? നടത്തിയാല. ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു പാർട്ടിക്ക് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ആളാണോ? ആണ്. പാർട്ടി മാറ്റി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നോക്കി അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല പാർട്ടിക്ക്. അപ്പോൾ പാർട്ടി വോട്ടുകൾ കൊണ്ട് ഈ കൂട്ടത്തിൽ അതോടൊപ്പം തന്നെ 14 പള്ളികളിലുള്ള ഒരു തീർത്ഥാടനത്തിനിടയിലാണ് നമ്മൾ ഇവരെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഈ തീർത്ഥാടനം എന്നായിരിക്കും പൂർത്തിയാവുക? ഒറ്റ ദിവസം കൊണ്ട് 14 പള്ളി, അങ്ങനെയാണ് അതിന്റെ കണക്കല്ലേ? ഈ വോട്ട് ചോദിച്ചുള്ള തീർത്ഥാടനം നിങ്ങളുടെയൊക്കെ അടുത്തേക്ക് എത്തിയോ? ഇല്ല. എത്തിയിട്ടില്ല. ഇത്തവണയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, തരുമെങ്കിൽ തരും. അതാണ് സ്ത്രീകൾ പറയുന്നത്. ഇവിടെ പിടിയരി നേർച്ചയ്ക്കാണ് പ്രധാനം. ആ പിടിയരി നേർച്ച കൊണ്ട് സ്ത്രീകൾ സ്വരുക്കൂട്ടിയ പണം കൊണ്ടാണ് ഇവിടുത്തെ തിരുസ്വരൂപം വാങ്ങിയത്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനം സ്ത്രീ വോട്ടുകളാണെന്നതിലും ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ തങ്കിപ്പള്ളിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്. നമ്മുടെ യാത്ര ചെത്തിയിലെത്തി നിൽക്കുകയാണ്. ഇവിടുത്തുകാർക്ക് ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാനുള്ള വർത്തമാനം എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ അവർക്കിടയിലേക്ക് ജസ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ചേട്ടാ, ഇവിടെ എന്താണ് തെരഞ്ഞെടുപ്പിനെ പ്രധാന വിഷയമായിട്ട് ഉയർത്തുന്നത്? പ്രധാന വിഷയം എന്ന് പറയുന്നത് വിലക്കയറ്റമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ അഴിമതി ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. പിന്നെ വിലക്കയറ്റം, പിന്നെ ഇത് മത്സ്യത്തൊഴിലാളി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലേ? വിപണിയിൽ ഇടപെടുമെന്നൊക്കെയാണല്ലോ പറയുന്നത്. അതൊക്കെ പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ ഇടപെടലൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ തന്നെയാണെങ്കിൽ സപ്ലൈകോയിൽ ഒരു സാധനം കിട്ടാനില്ല. അങ്ങനെ റേഷൻ കടയിലെ കാര്യങ്ങൾ നമുക്കറിയാം. കെ-റൈസ് വന്നില്ലേ? കെ-റൈസ് ഇവിടെയൊന്നും കിട്ടിയിട്ടായിട്ട് അറിയില്ല. ഭാരത് റൈസോ? ഭാരത് റൈസ് ഇവിടെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ രണ്ടുമില്ല, കെയും ഇല്ല, ഭാരതവും ഇല്ല. വള്ളങ്ങൾ തകർന്നിട്ട് ഇതുവരെ നഷ്ടപരിഹാരം കിട്ടാത്ത ഒത്തിരി വള്ളങ്ങളുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങൾ എങ്ങനെയാണ് കഴിയണമെന്ന് പോലും അന്വേഷിക്കാനുള്ള ചുമതല ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ തന്നെ എത്രയോ മാസങ്ങളുടെ പെൻഷൻ ഇപ്പോൾ പക്ഷേ കൊടുത്തു തുടങ്ങിയെന്നാണല്ലോ പറയുന്നത്. നാട്ടിലാർക്കും കിട്ടിയിട്ടില്ല. അത് അവർ പത്രത്തിൽ മാത്രം പറയുന്നതാണ്. നേരാണ് കേട്ടോ. ഇപ്പോൾ 5-6 മാസമായി കിട്ടിയിട്ട്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയാണ്, അക്ഷേമ പെൻഷനാണ്. സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ സിറ്റിംഗ് MP അപ്പോൾ സിറ്റിംഗ് അല്ലേ? ഇവിടെ ഒന്നും ഇല്ലേ, വരുന്നില്ലേ? വരുന്നുണ്ട്, ബ്യൂട്ടി പാർലറിൽ കയറാൻ വേണ്ടി വരുന്നതല്ലാതെ. അതൊക്കെ ഒരു ആരോപണമാണ് കേട്ടോ, ഞാൻ പറയുന്നില്ല. ആരിഫ് MP ബ്യൂട്ടി പാർലറൊക്കെ പോകുന്ന ആളാ. പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഇറങ്ങി നടക്കണമല്ലോ. അതെ, ഒരു MP ആയാലും MLA ആയാലും ജനങ്ങളെ സേവിക്കാനല്ലേ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ സൗന്ദര്യം കുറയുമല്ലോ. ഇത് ആ സൗന്ദര്യത്തിലുള്ള ഒരു കുശുമ്പാണോ? ആരിഫ് MP ഇച്ചിരി സുന്ദരനായി പോയതിന്റെ കുഴപ്പമാണ്. സുന്ദരനാണ്. ഈ ഫേഷ്യലൊക്കെ ചെയ്യാൻ പാർലറിൽ പോകുന്നൊക്കെ കേൾക്കുന്നത് ആണോ? ഉള്ളതാണോ? ഇവിടെ നടക്കുന്ന ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ, അർത്തിങ്കൽ ഹാർബർ, AKR തറക്കല്ലിട്ടും പോയ ഹാർബറാണ്. ഇതുവരെ എത്ര MP-മാരുണ്ടായിരുന്നു, എത്ര പാർലമെന്റ് മന്ത്രിമാരുണ്ടായിരുന്നു? നമ്മുടെ MP വന്നില്ലേ? ആരിഫ് MP വന്നില്ലേ? ചെയ്തുകൂടായിരുന്നോ? ചെയ്യുന്നുണ്ടല്ലോ. എവിടെ ചെയ്യുന്നുണ്ടല്ലോ? ഇപ്പൊ നമ്മള് ടെൻഡർ ഇവിടെ ഹാർബർ പണി നടക്കുന്നുണ്ട്, ചെത്തിൽ ഹാർബർ പണി നടക്കുന്നുണ്ട്. ചെത്തിൽ ഹാർബർ പണി നടക്കുന്നുണ്ടോ? തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് എത്ര പേര് വന്ന്, അത് കഴിഞ്ഞ് എത്ര ആൾക്കാരോട് വന്ന് ഉമ്മൻചാണ്ടിയുടെ സമയം കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊരു കല്ലിന് പോയിട്ട് ഒരു മണ്ണ് പോലും അതിന്റെ പുറത്ത് വാരിയിട്ടിട്ടില്ല. മണ്ണ് പോലും അതിന്റെ പുറത്ത് വാരിയിട്ടിട്ടില്ല. അല്ല, ആക്ച്വലി നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞിരുന്നു ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇവിടെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ KC വേണുഗോപാൽ MP ആയിട്ട് ഇരുന്നപ്പോൾ ഉണ്ടായ വികസന ഒരു കാര്യം പറയും, എന്താ ചെയ്യുമെന്ന് പറയാം. ഒത്തിരി വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ ചെത്തിയിൽ നിന്ന് അടിയുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ആശയമൊന്നും CPM-ന് ഇല്ലല്ലോ. അവരിപ്പോ BJP-യെ ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗവൺമെന്റ് ജീവനക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റത്. അത് ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ പരാജയം തന്നെയാണ്. സാമ്പത്തിക കെടുകാട് ഇവിടെ മൊത്തം കോൺഗ്രസ്സുകാരാന്ന് തോന്നുന്നു. ഇവിടെ 45 വർഷമായിട്ട് കോൺഗ്രസ് വാർഡായിരുന്നു. എന്തായിരുന്നു കോൺഗ്രസ് വാർഡായിരുന്നു.
അത് നമ്മൾ പിടിച്ചെടുത്തതാണ്. കോൺഗ്രസിന്റെ വാർഡ് 45 വർഷമായിട്ട് പിടിച്ചെടുത്തത്. കേരള ഒഴികെ ബാക്കിയില്ല, കേരള ഒഴികെ. ചൂടേറിയ ചർച്ചയാണ്. വാർഡ് മെമ്പർ LDF ആണ്, ബാക്കി നിൽക്കുന്നവരെല്ലാവരും കോൺഗ്രസ്സുകാരാകുമ്പോൾ അവർക്കിടയിൽ പെട്ടുപോയ CPM-കാരനായ വാർഡ് മെമ്പറുടെ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ട്, പക്ഷേ അത് കേരളത്തിന് പുറത്തല്ലേ എന്ന് അവർ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ചോദ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. KC വേണുഗോപാൽ തിരിച്ചു വരുന്നത് വിജയസാധ്യത കൂട്ടുകയാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. അതേസമയം AM ആരിഫ് അത് തുടരും എന്നുള്ള പ്രതീക്ഷ LDF-ഉം പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മുടെ വോട്ട് യാത്ര ആലപ്പുഴയിലൂടെ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ചെത്തിയിൽ വഴിവക്കിൽ കണ്ട രാഷ്ട്രീയം കണ്ടറിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്. വെയിലിന് നല്ല ചൂടാണ്. ആലപ്പുഴയിലെ വോട്ട് വിഷയങ്ങൾക്ക് അതിനേക്കാൾ ചൂടാണ്. നമ്മളിപ്പോൾ അരൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ്. ചേച്ചിയെ വോട്ടൊക്കെ ഉണ്ടോ? വോട്ടൊക്കെ സ്ഥിരമായിട്ട് ഒരേ പാർട്ടിക്ക് ചെയ്യുന്ന ആളാണോ? ആണ്. അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ ചേച്ചി കഴിയുമ്പോ? ആണോ? അപ്പൊ വീട്ടിലേക്ക് ഒരു വഴി വേണം, അതാണ് ആവശ്യം. ചന്ദ്രൂര് വഴിയില്ലാന്ന് ചേച്ചി പറഞ്ഞു, നേരാണോ? അവിടെ വഴിയില്ലെന്നാണ് ചേച്ചി പറഞ്ഞു, നേരാണോ? ആ ഭാഗത്തൊക്കെ വഴിയൊക്കെ ഉണ്ടോ? ചേട്ടാ എന്ത് പറയുന്നു? തെരഞ്ഞെടുപ്പ് ചൂടായോ? ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ 6 മുടക്കണ്ടായ ക്ഷേമ പെൻഷൻ അത് ഈ സർക്കാർ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്ന്, പിന്നീട് 1600 രൂപ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ 2500 രൂപ ആക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉള്ളത് കൂടെ ഞങ്ങൾക്ക് കിട്ടാനില്ല. ഇപ്പോൾ 11-12 മാസം കാശ് കിട്ടാണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ KCക്ക് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇത് കൊടുക്കുക, വരട്ടെന്നാണ് നമ്മൾ പറയുന്നത്. ചേട്ടൻ എന്ത് പറയുന്നു? ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. കൊല്ലമാണ്. കൊല്ലത്ത് ഇത്തവണ NK പ്രേമേന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നൊക്കെ തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. ആണോ? ആണ്. പണ്ടേ പ്രേമേന്ദ്രൻ വോട്ട് ചെയ്യുന്ന ആളാണ്. ആണാണ്. ഞങ്ങൾ പ്രേമേന്ദ്രനെ വോട്ട് ചെയ്യുന്നത്. കാരണം പാർലമെന്റിൽ കയറി സംസാരിക്കാനും എടുക്കാനും ഒക്കെ കഴിവുള്ള ഒരു മനുഷ്യനാണ്. പറയാൻ അറിയാം. ഇത്തവണ എന്ത് തോന്നുന്നു ഈ ചൂടൊക്കെ കണ്ടിട്ട്? ഇത്തവണ സ്ഥാനാർത്ഥികളും വലിയ രീതിയിൽ വിയർക്കുവോ? വിയർക്കണമല്ല, വിയർത്തില്ലെങ്കിൽ നടക്കൂലല്ലോ. അതെ, നമ്മള് വേല എടുത്താലേ തിന്നാൻ പറ്റുള്ളൂ. അവര് വോട്ട് കിട്ടുമ്പോ പറയണെന്താന്ന്, ഞങ്ങളെല്ലാം കൂടി ചെയ്തേക്കാന്നോ പറഞ്ഞു. എന്നിട്ട് ചെയ്യാറില്ലേ? എന്നിട്ടൊന്നും കിട്ടാറില്ലേ? ഒന്നും കിട്ടാറില്ല. എന്തുവരെ കിട്ടാറുണ്ട് നമുക്ക്? അതൊക്കെ ഒരു പ്രശ്നമാണ്. വോട്ട് വിഷയങ്ങൾ ഓരോന്നായിട്ട് മാറി വരുന്നത് സ്ഥാനാർത്ഥികൾ ഓർത്താൽ അവർക്ക് കൊള്ളാം. അരൂരിലൂടെയുള്ള നമ്മുടെ വോട്ട് യാത്ര തുടരുകയാണ്. പല പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ, പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പോൾ ഒരു സാധാരണക്കാരനും ഇപ്പോൾ ജീവിച്ചു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. മുതിർന്ന വോട്ടറാണ്. എന്താ ആവശ്യപ്പെടാനുള്ളൊരു കാര്യം? പണിയെടുക്കുന്നു, ജീവിക്കുന്നു. നല്ല സ്പിരിറ്റാണ്. അപ്പോൾ പലതരത്തിലാണ് ഓരോരുത്തരും തങ്ങളുടെ വോട്ടിംഗ് പ്രിഫറൻസ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. ജനങ്ങൾ വിധി എഴുതും, ജനങ്ങൾ പറയും ആര് ഇവിടെ നിന്ന് ജയിച്ചു കയറണമെന്ന്. അതാണ് ആലപ്പുഴ മണ്ഡലത്തിന്റെ വോട്ട് വർത്തമാനം. പൊതുജന സ്പീക്കിംഗ്. വീണ്ടും കാണാം മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ വോട്ടർമാരുടെ പ്രതികരണങ്ങളുമായി. നമസ്കാരം.